ഓക്കെ. അപ്പൊ നമ്മള് രാവിലെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു? ഈ ഡയമെൻഷനൽ ഓരോ ക്വാണ്ടിറ്റി ഡയമെൻഷനാണ് എഴുതി വന്നത്. ഇനി ഒരുപാട് ക്വാണ്ടിറ്റി എഴുതാം. അപ്പൊ നമ്മൾ പഠിക്കാത്ത കുറെ ക്വാണ്ടിറ്റികളുണ്ട്. ഇപ്പൊ സർഫസ് ടെൻഷൻ, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഈ ക്വാണ്ടിറ്റികൾ ഓരോന്നായിട്ട് പഠിക്കും, അതിന്റെ ഇക്വേഷൻ പഠിക്കും. അപ്പൊ സ്വന്തമായിട്ട് എഴുതാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഫോർമുല തൽക്കാലം എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അറിയാവുന്ന ഡയമെൻഷണൽ ഫോർമുല അത്യാവശ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇക്വേഷൻ അറിയാമെങ്കിൽ ഏത് ക്വാണ്ടിറ്റിയുടെ വേണോ ഡയമെൻഷൻ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, എഴുതാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ ഡയമെൻഷന്റെ ബേസിസിൽ ക്വാണ്ടിറ്റികളെ പ്രധാനമായിട്ടും 4ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഞാനൊന്ന് പറയാം. ഓക്കെ. ഓൺ ദി ബേസിസ് ഓഫ് ഡയമെൻഷൻ, ഡയമെൻഷന്റെ ബേസിസിൽ നമുക്ക് ക്വാണ്ടിറ്റികളെ പ്രധാനമായിട്ടും 4ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷണൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഡയമെൻഷണൽ വേരിയബിൾസ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഡയമെൻഷണൽ വേരിയബിൾസ്. എന്താണ് ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ, ഡയമെൻഷണൽ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഡയമെൻഷൻ ഉള്ള എന്നാണ്. ഡയമെൻഷൻ ഉള്ള വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ കോൺസ്റ്റന്റ് അല്ലാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റീസ്. ശരിയാണോ? വാല്യൂ കോൺസ്റ്റന്റ് അല്ല, അതിന്റെ വാല്യൂ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. വാല്യൂ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഉള്ള, അതേസമയം മാഗ്നിറ്റ്യൂഡ് വാല്യൂ കോൺസ്റ്റന്റ് അല്ലാത്ത ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ സ്പീഡ്, ശരിയല്ലോ, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? ഡയമെൻഷൻ ഉള്ള വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ഒരു വസ്തുവിന്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആണല്ലോ, മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഓരോ വസ്തുവിനും ഓരോ സ്പീഡാണ്, ഓരോ വസ്തുവിനും ഓരോ ആക്സിലറേഷൻ ആണ്, ഓരോ ബോഡിയിലും പ്രയോഗിക്കുന്ന ഫോഴ്സുകൾ എന്താണ്, വ്യത്യസ്തമാണ്. അപ്പോ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ ടൈപ്പ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ്. ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഉണ്ട്, അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറില്ല. ഡയമെൻഷനുള്ള വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ്. ഉദാഹരണം പറയാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G, ക്യാപിറ്റൽ G. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. F is equal to Gm1 m2 divided by എന്താ, r². രണ്ട് മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഇക്വേഷൻ ആണ് F is equal to Gm1 m2 divided by r². ഇതിൽ G എന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ Gക്ക് ഡയമെൻഷൻ ഉണ്ട് കേട്ടോ, ഡയമെൻഷൻ ഉണ്ട്. അതേസമയം അതിന്റെ വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. എപ്പോഴും അതിന്റെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. 8.87 സംതിങ് ആണ് അതിന്റെ വാല്യൂ, അത് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ H എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് ഡയമെൻഷൻ ഉണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഡയമെൻഷണൽ വേരിയബിൾസും ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സും. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എന്താണ്, ഡയമെൻഷൻലെസ് വേരിയബിൾസ്. എന്ന് പറഞ്ഞാൽ എന്താ, ഡയമെൻഷൻലെസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇല്ലാത്ത, വാല്യൂ കോൺസ്റ്റന്റ് അല്ലാത്ത, ക്വാണ്ടിറ്റീസ്. ഡയമെൻഷൻലെസ് വേരിയബിൾ, ഡയമെൻഷൻ ഇല്ലാത്ത, വാല്യൂ കോൺസ്റ്റന്റ് അല്ലാത്ത. ശരിയാണോ? ഉദാഹരണം ഇപ്പോ നമുക്ക് പറയാം, വാല്യൂ കോൺസ്റ്റന്റ് അല്ലാത്ത, ഡയമെൻഷൻ ഇല്ലാത്തത് പ്ലെയിൻ ആംഗിളിന്റെ പ്രത്യേകത, ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ആംഗിൾ ഈസ് ഡയമെൻഷൻലെസ്. അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും, ആംഗിളിന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിളിന് ഒരു ഉദാഹരണമാണ് പ്ലെയിൻ ആംഗിൾ. അതുപോലെ സ്ട്രെയിൻ, നിങ്ങളത് പഠിച്ചിട്ടില്ല. സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അപ്പൊ ഓർത്തിരുന്നാൽ മതി. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ
ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ലെങ്ത് ബൈ ലെങ്ത്, ഏരിയ ബൈ ഏരിയ, വോളിയം ബൈ വോളിയം, അങ്ങനെയാണ് വരുന്നത്. മേളിലും താഴെ ഒരേ ക്വാണ്ടിറ്റിയാണ്, അപ്പൊ തമ്മിൽ ക്യാൻസൽ ആയി പോകും. സ്ട്രെയിൻ എന്ന് പറയുന്ന ഡയമെൻഷൻ ഇല്ലാത്ത ഇതാണ്. സോളിഡ് ആംഗിളും വരും, ആംഗിൾസ് എല്ലാം വരും. അതുപോലെ നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ല, റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയും റിലേറ്റീവ് ഡെൻസിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി അല്ല, റിലേറ്റീവ് ഡെൻസിറ്റി കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് എ മീഡിയം ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് വരും കേട്ടോ. അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ മേളിലും താഴെ ഡെൻസിറ്റി ആണ്, അത് ക്യാൻസൽ ആയി. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് മീൻസ് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിൾസിന്റെ കൂട്ടത്തിൽ ഇതാണ് വരുന്നത്. ഇനി അടുത്തത് നാലാമത്തത് സ്ട്രെയിൻ. എന്താ സ്ട്രെയിൻ? നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടില്ല. നിങ്ങളിപ്പോ ഓർത്തിരുന്നാൽ മതി. സ്ട്രെയിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ വരും. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം വരും. ജനറൽ ഇക്വേഷൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, രണ്ട് ലെങ്ത് ആണ്. ലെങ്ത് ക്യാൻസൽ ആയി പോകും. അപ്പൊ സ്ട്രെയിൻ യൂണിറ്റും ഇല്ല, എന്തുമില്ല, ഡയമെൻഷനും ഇല്ല കേട്ടോ. അത് നിങ്ങൾ ഇനി പഠിക്കും. ഇനി നാലാമത്തത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ്സ്. ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകൾ, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ്സ്. ഓക്കെ, എന്താണ് ഈ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റ് വാല്യൂ ഇല്ലാത്ത കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള ക്വാണ്ടിറ്റി. ഉദാഹരണത്തിന് ഇപ്പൊ നമ്പേഴ്സ്, നമ്മുടെ നമ്പേഴ്സ് ഉണ്ടല്ലോ. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എക്സെട്ര. ഈ നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല, അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ പൈ 3.14 അല്ലെ, പൈ 3.14 അത് കോൺസ്റ്റന്റ്, അതിന് ഡയമെൻഷൻ ഇല്ല. പൈയുടെ വാല്യൂ മാറുമോ? പൈയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. സോ പൈക്ക് ഡയമെൻഷൻ ഇല്ല, പൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ക്വാണ്ടിറ്റികളെ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റ് അല്ലാത്ത ക്വാണ്ടിറ്റികൾ, ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റുകൾ, ഡയമെൻഷൻ ലെസ് വേരിയബിൾ ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റ് അല്ലാത്ത ക്വാണ്ടിറ്റികൾ, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ്സ് ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകൾ. ഓക്കെ, ഇങ്ങനെ 4ആയിട്ട് വയ്ക്കുക. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. പ്ലെയിൻ ആംഗിള്, നമ്പേഴ്സ്, ഇതിനൊന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല കേട്ടോ. പ്ലെയിൻ ആംഗിൾ, നമ്പർ, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റികൾ ഓർത്തുള്ള. പ്ലെയിൻ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, സ്ട്രെയിന് ഡയമെൻഷൻ ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല, നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല. ഇതിൽ പ്ലെയിൻ ആംഗിൾ, സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിളും നമ്പേഴ്സും പൈയും ഒക്കെ എന്താ വരുന്നത്? ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകളുടെ കൂട്ടത്തിലുമാണ് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ചാപ്റ്ററില് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ആപ്ലിക്കേഷൻസ് ധാരാളമുള്ള ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ശ്രദ്ധിച്ചു കേൾക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു ബി പ്ലസ് സി. ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ ആണ്. ദിസ് ഇസ് ആൻ ഇക്വേഷൻ. എ ഈക്വൽ ടു ബി പ്ലസ് സി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത്
ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എങ്കിൽ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള, രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS റൈറ്റ് ഹാൻഡ് സൈഡ്, രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവർ, അതാണല്ലോ ഡയമെൻഷൻ, സെയിം ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് ഒരുപോലെയാണ്. ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. എന്നാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവറുകൾ എന്തായിരിക്കും? ഒരുപോലെയായിരിക്കും. സോ ആ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ says that, or the principle says that the dimensions of every term on either side of an equation, ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമിന്റെയും ഡയമെൻഷൻസ് വിൽ ബി ദി സെയിം. എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ എത്ര ടേമുകളുണ്ട്? മൊത്തം 3 ടേം ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം എ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേം ബിയും സി. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ ഒരുപോലെ ആയിരിക്കണം. സോ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. അല്ലാതെ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി പ്ലസ് ഡയമെൻഷൻ ഓഫ് സി എന്നല്ല. ഇങ്ങനെയല്ല, എല്ലാം പരസ്പരം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് ബിയും ഈക്വൽ ആയിരിക്കും, ഡയമെൻഷൻ ഓഫ് ബിയും ഡയമെൻഷൻ ഓഫ് സിയും ഈക്വൽ ആയിരിക്കും, ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് സിയും ഈക്വൽ ആയിരിക്കും. ഒരു ഇക്വേഷനിലുള്ള രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ പരസ്പരം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ദ പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് the dimensions of all terms or every term, dimensions of all term on either side of an equation, ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമിന്റെയും ഡയമെൻഷൻസ് must be the same or should be the same. The dimensions of every term on either side of an equation are the same. Dimensions of every term on either side of an equation are the same. ഓക്കെ, ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ ഒരു ഇക്വേഷൻ കൂടെ എഴുതട്ടെ. എ ഈക്വൽ ടു ബി സി പ്ലസ് ഡി. എ ഈക്വൽ ടു ബി സി പ്ലസ് ഡി. എ ഈക്വൽ ടു ബി സി പ്ലസ് ഡി. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറ. According to principle of homogeneity of dimension, പറഞ്ഞേ, ഡയമെൻഷൻ ഓഫ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയമെൻഷൻ ഓഫ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? പറഞ്ഞോളൂ. ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു പറയടോ. ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ആരില്ലേ? ഡയമെൻഷൻ ഓഫ് ബി സി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡി. ഇവിടെ ബി സി ഒരു ടേം ആണ്. എന്താണ് ടേം? ടേം എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ടേം എന്ന് പറയുന്നത്. ബിക്കും സിക്കും ഇടയിൽ പ്ലസോ മൈനസോ ഉണ്ടോ? ബിയും സിയുടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. സോ ബി സി ടുഗദർ ഈസ് എ ടേം. ഇവിടെ മൊത്തം 3 ടേമാണുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം എ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം ബി സി, മറ്റൊരു ടേം ബി. അപ്പൊ മൊത്തം 3 ടേം ഉണ്ട്. ഈ 3 ടേമുകളുടെയും ഡയമെൻഷൻസ് പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് എ തന്നെയായിരിക്കും ഡയമെൻഷൻ ഓഫ് ബി സിക്ക്, അത് തന്നെയായിരിക്കും ഡയമെൻഷൻ ഓഫ് ഡി. ക്ലിയർ ആണോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻ. ഈസ് ഇറ്റ് ഓക്കെ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ആണ് ഈ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. 3 ആപ്ലിക്കേഷൻസ്. ഓരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. 3 ആപ്ലിക്കേഷൻ ആണ് ഈ പ്രിൻസിപ്പിളിനുള്ളത്. 3 ആപ്ലിക്കേഷൻസ്. ഓക്കെ, എന്തൊക്കെയാണ് 3 ആപ്ലിക്കേഷൻസ്? അതിലൊന്ന്, ടു ചെക്ക്
the correctness of a given relation. തന്നിട്ടുള്ള ഒരു റിലേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യും. ശരിയാണ്. നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേറൊന്നും ചെയ്യണ്ട. നമ്മൾ ആ തന്നിട്ടുള്ള ഇക്വേഷന്റെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക. ഓരോ ടേമിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കിയാൽ ആ ടേമുകളുടെ എല്ലാം ഡയമെൻഷൻ ഒരുപോലെ വന്നാൽ ആ ഇക്വേഷൻ എന്താണ്, കറക്റ്റ് ആണ്, ഡയമെൻഷനലി കറക്റ്റ് ആണ്. അല്ല ഒരുപോലെ വരുന്നില്ല എങ്കിൽ ആ ഇക്വേഷൻ എന്താണ്, റോങ് ആണ്. ഓക്കെ, എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് v is equal to u plus h. പഠിച്ചിട്ടുണ്ടോ? v is equal to u plus h നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മുടെ അടുത്ത് പറയാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. നമുക്കത് അറിയാം കറക്റ്റ് ആണ്, നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. നമ്മളൊരു സുപ്രഭാതത്തിൽ ഇത് കറക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്, കറക്റ്റ് ആണെന്ന് അറിയാം. പക്ഷെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? ഈ ഇക്വേഷനിലുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിച്ചിട്ട് സെയിം ആണെന്ന് നോക്കിയാൽ പോരെ. സോ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് v അല്ലേ, വിയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കാം. v എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ, v is equal to u plus h. എന്താ v? ഫൈനൽ വെലോസിറ്റി. എന്താ u? ഇനിഷ്യൽ വെലോസിറ്റി. a എന്താണ്? ആക്സലറേഷൻ. t എന്താണ്? ടൈം. ഓക്കെ, അപ്പൊ v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താ, lt raised to minus 1. lt raised to minus 1. ഓക്കെ, lt raised to minus 1. അടുത്ത u ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് എഴുതി നോക്കൂ. u ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? u, വാട്ട് ഈസ് u? u എന്താണ്? u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ആയാലും ഇനിഷ്യൽ വെലോസിറ്റി ആയാലും അത് വെലോസിറ്റി അല്ലേ. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല തന്നെയാണ് lt raised to minus 1. v വെലോസിറ്റി ആണ്, u വെലോസിറ്റി ആണ്. അപ്പൊ രണ്ടുപേർക്കും ഒരേ ഡയമെൻഷൻ. ഇതുവരെ കറക്റ്റ് ആണ്, ശരിയല്ലേ? ഇനി അടുത്തത് ആരുടെയാണ്? ATയുടെ ഡയമെൻഷണൽ ഫോർമുല. ATയുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം A യുടെ ഡയമെൻഷൻ ഫോർമുല ഇൻറ്റു T യുടെ ഡയമെൻഷൻ ഫോർമുല. A എന്താണോ? ആക്സിലറേഷൻ, lt raised to minus 2 എന്നല്ലേ. A യുടെ ഡയമെൻഷണൽ ഫോർമുല lt raised to minus 2 ഇൻറ്റു ഇനി എന്താ ഉള്ളത്? T. T എന്ന് പറഞ്ഞാൽ എന്താ? ടൈം. T, ശരിയല്ലേ? which is equal to L, നോക്ക്, t raised to minus 2 into t. വെറും t എന്ന് എഴുതിയാൽ t raised to 1 എന്നല്ലേ. a raised to m into a raised to n എന്താ? t raised to minus 2 into t raised to 1 എന്ന് പറഞ്ഞാൽ t raised to minus 2 plus 1 എന്നല്ലേ. minus 2 plus 1 എന്താണോ? minus 1. so t raised to minus 1. ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയല്ലേ? ഓക്കെ, ഓക്കെ ആണോ? സോ ഫസ്റ്റ് ടേമിന്റെ ഡയമെൻഷൻ നോക്ക്, ലെങ്തിന്റെ ഡയമെൻഷൻ 1, ടൈമിന്റെ ഡയമെൻഷൻ -1. രണ്ടാമത്തേലും ലെങ്തിന്റെ ഡയമെൻഷൻ 1, ടൈമിന്റെ -1. മൂന്നാമത്തെ ടേമിലും ലെങ്തിന്റെ പവർ 1, ടൈമിന്റെ പവർ എന്താ? -1. അപ്പൊ നോക്കൂ, മൂന്ന് ടേമിന്റെയും ഡയമെൻഷൻസ് ഒരുപോലെയല്ലേ. മൂന്ന് ടേമിന്റെയും ഡയമെൻഷൻസ് ഒരുപോലെയല്ലേ. സോ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഇക്വേഷൻ ഈസ് കറക്റ്റ്, ശരിയല്ലേ? ബിയുടേത് lt raised to minus 1 ആണ്, യുവിന്റേത് lt raised to minus 1 ആണ്, ATയുടേതും lt raised to minus 1 ആണ്. എല്ലാത്തിന്റെയും പവർ ഒരുപോലെയാണ്. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ശരിയല്ലേ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒന്നുകൂടി പറയാമോ? വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് തന്നെ പറയട്ടെ, വേറൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഡോണ്ട് വറി. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. പറയാം. ഓക്കെ, നോക്കാം. മറ്റൊരു എക്സാമ്പിൾ. s is equal to ut plus half at square. ഇതും പഠിച്ചിട്ടുള്ളതല്ലേ? മുഹമ്മദ് കണ്ടൂടാ, അവിടെ ഒന്ന് എക്സിറ്റ് ആയിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, s is equal to ut plus half at square. s is equal to ut plus half at square. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് s is equal to ut plus half at square. ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇത് കറക്റ്റ് ആണോ അല്ലയോ?
എങ്ങനെ ചെക്ക് ചെയ്യും ഇത് കറക്റ്റ് ആണോ അല്ലയോ? ആദ്യം നമ്മള് എസിന്റെ ഡയമെൻഷൻ. യെസ്, എന്താണ് എസ്? ഡിസ്പ്ലേസ്മെന്റ്. യു ഇനിഷ്യൽ വെലോസിറ്റി, ടി ടൈം, എ ആക്സിലറേഷൻ, ടി അഗെയിൻ ടൈം. അപ്പൊ ആദ്യം എസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോർമുല, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ? അല്ലെ? അപ്പൊ ഏതാ? എൽ. എൽ എൽ. അപ്പൊ ബാക്കി എല്ലാത്തിന്റെ എല്ലായിരിക്കണം അല്ലെ? എസിന്റെ എല്ലാണെങ്കിൽ യു ടിയുടേതും എല്ലായിരിക്കണം, ഹാഫ് എ ടി സ്ക്വയറിന്റെതും എല്ലായിരിക്കണം. അങ്ങനെയാണോ നോക്കാം? അപ്പൊ അടുത്ത നോക്കാം, യു ടിയുടെ നോക്കാം. യു ടിയുടെ നോക്കാം. യു ടിയുടെ നോക്കിയാൽ എന്ത് വരും? ആദ്യം യു. എന്താണ് യു? വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടി. ഒരു പ്രാവശ്യം ഉള്ളൂ. അപ്പൊ ടി ഒരു പ്രാവശ്യം, ടൈം ഒരു പ്രാവശ്യം, ടൈം ഒരു പ്രാവശ്യം, ടൈം ഒരു പ്രാവശ്യം. ടി റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു 1. പറയടോ, ടി റൈസ് ടു 1 ഇൻറ്റു ടി റൈസ് ടു -1. ടി റൈസ് ടു 1 ഇൻറ്റു ടി റൈസ് ടു 1. ടി റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു 1 എന്താണ്? ടി റൈസ് ടു -1 പ്ലസ് 1. -1 പ്ലസ് 1 എന്താ? 0. ടി റൈസ് ടു 0. അതിന് എഴുതണോ? വേണ്ട. അപ്പൊ ബാക്കി എന്ത് മാത്രം വരും? എൽ മാത്രം വരും. ബാക്കി എൽ മാത്രം. അപ്പൊ എസിന്റെതും എല്ലാണ്, യു ടിയുടേതും എല്ലാണ്. ഇതുവരെ വളരെ കറക്റ്റ് ആണ്. ഇനിയുള്ളത് എന്താ? ഹാഫ് എ ടി സ്ക്വയർ. നോക്കാം നമുക്ക് ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് വരും എന്ന്. ഹാഫ് അയാന എച്ച് ഫുൾ ചെയ്തു. വെരി ഗുഡ്. ഹാഫ് 1/2. 1/2 ഡയമെൻഷൻ ഉണ്ടോ? എടോ 1/2 ഡയമെൻഷൻ ഉണ്ടോ? 1/2 ഈസ് എ നമ്പർ. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. നമ്പറിന് ഡയമെൻഷൻ ഇല്ല. നമ്പർ ഈസ് ഡയമെൻഷൻലെസ്. അപ്പൊ 1/2 കളഞ്ഞു. പിന്നെ ഉള്ളത് എന്താ? എ. എയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ. ടൈം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ക്വയർ, ടി സ്ക്വയർ. ടി റൈസ് ടു -2 ടി റൈസ് ടു 2 കൂടെ ചേരുമ്പോ ടി റൈസ് ടു 0. ബാക്കി എന്താ ഉള്ളത്? എൽ. ആൻസർ കിട്ടി. വെരി ഗുഡ്. എസ് എൽ. അപ്പൊ എസിന്റെ ഡയമെൻഷൻ എൽ റൈസ് ടു 1, യു ടിയുടേത് എൽ റൈസ് ടു 1, ഹാഫ് എ ടി സ്ക്വയറിന്റെതും എൽ റൈസ് ടു 1. സോ ഈ 3 ടേമിന്റെയും ഇക്വേഷനിലുള്ള എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ ഒരുപോലെയാണ്. സോ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയടോ. ശരിയല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ചെറിയ കാര്യം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് 1/3 എ ടി സ്ക്വയർ ശരിയാണോ അല്ലയോ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് 1/3 എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ശരിയാണോ അല്ലയോ? വൺ ബൈ 3 എ ടി സ്ക്വയർ ശരിയാണോ അല്ലയോ? ശരിയാണോ? ആഹാ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ യു ടി പ്ലസ് 1/3 എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടോ? ഇല്ല. ഈ ഇക്വേഷൻ തെറ്റാണ്. പക്ഷെ നമ്മളിത് ശരിയാണോ എന്ന് ഡയമെൻഷണലി നോക്കിയാൽ എന്ത് വരും? എസിന്റെത് എൽ, യു ടിയുടേത് എൽ, 1/3 എ ടി സ്ക്വയറിന്റെത് എന്താണ്? എല്ലാണ്. കാര്യം 1/3 ഡയമെൻഷൻ ഇല്ല. എൽ തന്നെ വരും. സോ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റാണ്. പക്ഷെ ഇത് ഡിസ്പ്ലേസ്മെന്റിന്റെ യഥാർത്ഥ ഇക്വേഷൻ അല്ല. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡയമെൻഷണലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആ ക്വാണ്ടിറ്റിയുടെ യഥാർത്ഥ ഇക്വേഷൻ ആകാം, ആകാതിരിക്കാം. മനസ്സിലായോ? ഡയമെൻഷണലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആ ക്വാണ്ടിറ്റിയുടെ യഥാർത്ഥ ഇക്വേഷൻ ആകാം, ആകാതിരിക്കാം. ഉദാഹരണത്തിന് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് 1/3 എ ടി സ്ക്വയർ ഡയമെൻഷണലി കറക്റ്റ് ആണ്. പക്ഷെ ഇതിൽ 1/2 എ ടി സ്ക്വയർ ആണ് യഥാർത്ഥ ഇക്വേഷൻ. 1/3 എ ടി സ്ക്വയർ യഥാർത്ഥ ഇക്വേഷൻ അല്ല.
അപ്പൊ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയുമ്പോൾ ഡയമെൻഷണലി കറക്റ്റ് ആണെന്നേ പറയാവൂ. ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് പറയരുത്. ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. 1/3 കൺസിഡർ ചെയ്യില്ല, നമുക്ക് എല്ലേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ്, അത് ആ ക്വാണ്ടിറ്റിയുടെ യഥാർത്ഥ ഇക്വേഷൻ ആകാം, അല്ല. പക്ഷേ നമ്മളിങ്ങനെ ഡയമെൻഷൻ നോക്കി വരുമ്പോൾ എല്ലാ ടേമിന്റെയും ഇക്വേഷൻ ഡയമെൻഷൻ ഒരുപോലെ വന്നില്ല എങ്കിൽ, എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ ഒരുപോലെ അല്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ദ ഇക്വേഷൻ ഈസ് റോങ്. ഡയമെൻഷണലി കറക്റ്റ് അല്ലാത്ത ഇക്വേഷൻ ഒരിക്കലും ആ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ആവില്ല. സോ ദ ഇക്വേഷൻ ഈസ് റോങ്. ഡയമെൻഷണലി റോങ് എന്ന് എഴുതണ്ട, ഇക്വേഷൻ ഈസ് റോങ് എന്ന് എഴുതാം. പക്ഷേ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആയാലും അത് ആ ക്വാണ്ടിറ്റിയുടെ യഥാർത്ഥ ഇക്വേഷൻ ആകണമെന്ന് നിർബന്ധം ഇല്ല. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡയമെൻഷണലി കറക്റ്റ് എന്ന് എഴുതും, റോങ് ആണെങ്കിൽ നമ്മൾ റോങ് എന്ന് എഴുതും. ഡയമെൻഷണലി റോങ് എന്നല്ല എഴുതുന്നത്, ദ ഇക്വേഷൻ ഈസ് റോങ്. ആ ഇക്വേഷൻ ആ ക്വാണ്ടിറ്റിയുടെ യഥാർത്ഥ ഇക്വേഷൻ ആകില്ല, ഒരിക്കലും ആകില്ല. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. Kinetic energy is equal to half mv square. അല്ലെങ്കിൽ mgh is equal to half mv square. mgh is equal to half mv square. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ? mgh is equal to half mv square. ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. mgh is equal to half mv square. Check the correctness of the equation. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. Check the correctness of the equation. mgh is equal to half mv square. തന്നിട്ടുള്ള ഈ ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. എന്താണ് എം? മാസ്. എന്താണ് ജി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് എച്ച്? ഹൈറ്റ്. എം എന്താണ്? മാസ്. വി എന്താണ്? വെലോസിറ്റി. mgh is equal to half mv square എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ, ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചോദ്യം. ഒന്ന് ചെയ്തു നോക്കി, ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്ന് ചെയ്തു നോക്കി. ഞാനിവിടെ ഒന്ന് ചെയ്യാം. mgh ഡയമെൻഷൻ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. mgh ഡയമെൻഷൻ എം, മാസ് ക്യാപിറ്റൽ എം, ഇൻറ്റു ജി. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി കൊണ്ടുള്ള ആക്സിലറേഷൻ ആയാലും വേറെ എന്തുകൊണ്ടുള്ള ആക്സിലറേഷൻ ആയാലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു -2 ആണ്. ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, അതായത് എൽ നീളമാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ എം ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്താണ്? എൽ സ്ക്വയർ ടി റൈസ് ടു -2. നമുക്ക് നമ്മൾ രാവിലെ വർക്ക് അഥവാ എനർജിയുടെ ഡയമെൻഷണൽ ഫോമിൽ ഇങ്ങനെയാണ് എഴുതിയത്. നമ്മൾ രാവിലെ അവസാനം എഴുതിയ വർക്ക് അഥവാ എനർജിയുടെ ഡയമെൻഷണൽ ഫോമിൽ ഇതായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്നാണ് വിളിച്ചു നോക്കാം. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് 1/2 നമ്പറാണ്, ഇല്ല. പിന്നെ ക്യാപിറ്റൽ എം ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം വിയുടെ ഡയമെൻഷൻ എഴുതണം. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, എൽ ടി റൈസ് ടു -1 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിക്കുക, വിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1, സ്ക്വയർ ഉണ്ട്, അപ്പൊ ദ ഹോൾ സ്ക്വയർ ഇടാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എം ഉണ്ട് ഇൻറ്റു ഈ എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2 എല്ലിനും ഉണ്ട് ടിക്കും ഉണ്ട്, രണ്ടിനും കോമൺ ആണ് കേട്ടോ. അപ്പോ എല്ലിന് കൊടുക്കുമ്പോ എൽ സ്ക്വയർ വരും, ടിക്ക് കൊടുക്കുമ്പോ നമ്മൾ ഈ ഫോമിൽ പഠിച്ചിട്ടുണ്ടോ? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോമിൽ പഠിച്ചിട്ടുണ്ടോ? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പൊ -1 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. -1 ഇൻറ്റു 2 പ്ലസ് അല്ല, -1 ഇൻറ്റു 2 -2 ആണ്. അപ്പോ ഇതെല്ലാം മൾട്ടിപ്ലൈ ബൈ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2.
അപ്പോ എം ജി എച്ചിന്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ആണ്. ഹാഫ് എം വി സ്ക്വയറിന്റെതും എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ആണ്. രണ്ട് സൈഡിലും ഡയമെൻഷൻ ഒരുപോലെയാണ്. ആകെ രണ്ട് ടേമേ ഉള്ളൂ. ആ രണ്ട് ടേമിന്റെ ഡയമെൻഷൻ ഒരുപോലെയാണ്. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഒന്നുകൂടി പറയാം. എം ജി എച്ച് ആദ്യം ജി ആക്സിലറേഷൻ എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു എച്ച് ഹൈറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ ആണ് യൂണിറ്റ്. അപ്പൊ എൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇനി ഹാഫ് എം വി സ്ക്വയർ, ഹാഫിന്റെ ഡയമെൻഷൻ ഇല്ല. പിന്നെ എം മാസിന്റെ ഡയമെൻഷൻ എം ഇൻറ്റു വി സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം വിയുടെ ഡയമെൻഷൻ എഴുതണം. എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി ഈ 2 എല്ലിനും ടിക്കും കോമൺ ആണ്, ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എൽ സ്ക്വയർ വരും. ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി റൈസ് ടു മൈനസ് 2. രണ്ടിന്റെ ഡയമെൻഷൻ ഒരുപോലെ വരും. ക്ലിയർ ആണോ? ഓക്കെ. സാർ ആരോ പ്രസന്റ് സ്ക്രീൻ കാണിക്കുന്നു. ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? അഭിരാം ശബരി. പ്രസന്റ് സ്ക്രീൻ ഓഫ് ചെയ്യൂ. അഭിരാം ശബരി ക്ലാസ്സിൽ കയറിയത് തൊട്ട് പ്രസന്റ് സ്ക്രീൻ ആണല്ലോ. അഭിരാം ശബരി പ്രസന്റേഷൻ ഓഫ് ചെയ്യൂ. അഭിരാം ശബരി പ്രസന്റേഷൻ ഓഫ് ചെയ്യൂ. ഓക്കെ. എടോ, ഇത് മുൻ വർഷം ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇയർ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു വർഷം ചോദിച്ചതാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ, വേർ എക്സ് ഈസ് ഇൻ മീറ്റർ ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്. എക്സ് മീറ്ററിലാണ് അളക്കുന്നത്. എക്സിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടിയുടെ യൂണിറ്റ് സെക്കൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം, എ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, എ ഡയമെൻഷൻലെസ് ആകാമോ? എ ഡയമെൻഷൻലെസ് ആവാമോ? രണ്ടാമത്തെ ചോദ്യം, ബിയുടെ ഡയമെൻഷൻ എന്ത്? മൂന്നാമത്തെ ചോദ്യം, സിയുടെ ഡയമെൻഷൻ എന്ത് എന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്താണ്? എക്ക് ഡയമെൻഷൻലെസ് ആകാമോ? Can A be a dimensionless quantity? Can A be a dimensionless quantity? ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. Can A be a dimensionless quantity? എക്ക് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആകാമോ എന്നാണ് ചോദ്യം. ഈ അഭിരാം ശബരി ഇതുവരെയും പ്രസന്റേഷൻ നിർത്തിയില്ലേ? അഭിരാമെ പ്രസന്റേഷൻ നിർത്തൂ. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറ. എക്ക് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആകാൻ സാധിക്കുമോ? എ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണോ? പറയും. എ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആകാമോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എടോ, എ എന്ന് പറയുന്ന ഈ ഇക്വേഷനില് എക്ക് ഡയമെൻഷൻലെസ് ആകാൻ പറ്റുമോ? നോ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. വേറെ ആർക്കും അഭിപ്രായമില്ല. എക്ക് ഡയമെൻഷൻലെസ് ആകാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നോ, ഇല്ല. യെസ്, പറ്റും. എ ഡയമെൻഷൻലെസ് ആവാൻ പറ്റും. പറ്റൂല. നോ, യെസ്, യെസ്, നോ. ഒന്ന് ആലോചിച്ചിട്ട് പറ. എക്സ് മീറ്ററിലാണ്, ടി സെക്കൻഡിലാണ്. എക്ക് ഡയമെൻഷൻലെസ് ആകാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
ഇതൊരു വാലിഡ് ഇക്വേഷൻ ആണ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എക്ക് ഡയമെൻഷൻലെസ് ആകാൻ പറ്റൂ? ഉത്തരം എക്ക് ഡയമെൻഷൻലെസ് ആകാൻ പറ്റില്ല എന്നാണ്. പറ്റുമായിരിക്കും, കൊള്ളാം, എടുക്കാൻ. എക്ക് ഡയമെൻഷൻലെസ് ആകാൻ പറ്റില്ല. എ കനോട്ട് ബി ഡയമെൻഷൻലെസ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അനുസരിച്ച് ഈ ഇക്വേഷനിലെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ ഒരുപോലെയല്ലേ? ഈ ഇക്വേഷന്റെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ എന്താണ്? ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എയുടെ ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. എ ഒരു ടേമാണ്, എക്സ് ഒരു ടേമാണ്, ബി ടി ഒരു ടേമാണ്, സി ടി സ്ക്വയർ വേറെ ടേമാണ്. അപ്പൊ എയുടെ ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും ഒരുപോലെ ആയിരിക്കണ്ടേ? ആകണ്ടേ? എക്സ് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്? മീറ്ററിലാണ്. എക്സ് മീറ്ററിലാണെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ആയിരിക്കും. എക്സ് മീറ്ററിലാണെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ആയിരിക്കും. അപ്പൊ എയുടെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണ്? എക്സിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്, അതായത് എൽ ആണ്. എയുടെ ഡയമെൻഷൻ എൽ ആണ്. എക്ക് ഡയമെൻഷൻ ഉണ്ടായേ പറ്റൂ. അതെന്തായേ പറ്റൂ? എല്ലായേ പറ്റൂ. ശരിയാണോ? അപ്പൊ എ കനോട്ട് ബി എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. എക്ക് ഒരിക്കലും എന്താവാൻ കഴിയില്ല? ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആകാൻ കഴിയില്ല. എ ഷുഡ് ബി എ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി. സാർ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ മനസ്സിലായില്ല. എ കോൺസ്റ്റന്റ് ആവാൻ കഴിയില്ലടോ. കാര്യം എയുടെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷന് തുല്യമായിരിക്കണം. എ എന്തായാലും അതിന്റെ ഡയമെൻഷൻ എല്ലായേ പറ്റൂ. ലെങ്ത് ഉള്ള ഒരു ക്വാണ്ടിറ്റി ആയേ പറ്റൂ. അത് വേണമെങ്കിൽ ലെങ്ത് ആവാം, അത് വേണമെങ്കിൽ ബ്രെഡ്ത്ത് ആവാം, എക്ക് വേണമെങ്കിൽ ഹൈറ്റ് ആവാം, എക്ക് വേണമെങ്കിൽ ഡെപ്ത് ആവാം, എക്ക് വേണമെങ്കിൽ തിക്നെസ് ആവാം, എന്ത് വേണോ ആകാം. പക്ഷെ എയുടെ ഡയമെൻഷൻ എല്ലായേ പറ്റൂ. ചോദ്യം എ ഒരു ഡയമെൻഷൻ ലെസ് ആകാമോ എന്നാണ്. എ ഡയമെൻഷൻ ലെസ് ആകാൻ പറ്റില്ല. എ ഷുഡ് ബി എ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ഡയമെൻഷൻ എൽ. എൽ ഡയമെൻഷൻ ഉള്ള ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആവാം. അത് ചിലപ്പോൾ നീളമാവാം, വീതിയാവാം, ഉയരമാവാം, താഴ്ചയാവാം, എന്ത് വേണോ ആവാം. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യത്തെ ചോദ്യം ക്ലിയർ ആണോ? ആണോടോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ബിയുടെ ഡയമെൻഷൻ എന്താണെന്നാണ്. ബിയുടെ ഡയമെൻഷൻ പറ. വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ബി? ബിയുടെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം ബിയുടെ ഡയമെൻഷൻ എന്താണ്? ബിയുടെ ഡയമെൻഷൻ എന്താണ്? എടോ, ബിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ബിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ബിറ്റിയുടെ ഡയമെൻഷൻ എയുടെ ഡയമെൻഷന് തുല്യമാണ്, അല്ലെങ്കിൽ എക്സിന്റെ ഡയമെൻഷന് തുല്യമാണ്. എക്സിന്റെ ഡയമെൻഷൻ എന്താ? എൽ അല്ലേ? അപ്പൊ ബിറ്റിയുടെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷന് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ടി താഴെ കൊണ്ടുപോവാം, ഡിവൈഡ് ചെയ്യാം. എക്സ് ബൈ ടിയുടെ ഡയമെൻഷന് തുല്യമാവണ്ടേ? ശ്രദ്ധിച്ചതാണ്. ബിറ്റിയുടെ ഡയമെൻഷൻ എക്സിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷൻ എക്സ് ബൈ ടിയുടെ ഡയമെൻഷന് തുല്യമല്ലേ? ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എൽ ആണ്, ടി എന്ന് പറയുന്നത് ടൈമാണ് ടി. അപ്പൊ എന്ത് വരും? എൽ ടി റൈസ് ടു മൈനസ് എൽ ടി റൈസ് ടു മൈനസ്. വൺസ് മോർ, ബിറ്റിയുടെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ തുല്യമായിരിക്കും. കാര്യം ഈ ഇക്വേഷനിലെ എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ പരസ്പരം തുല്യമാണ്. അപ്പൊ ബിറ്റിയുടെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടി അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യും. അപ്പൊ ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ ടിയുടെ ഡയമെൻഷൻ തുല്യമായിരിക്കും. എക്സിന്റേത് എൽ ആണ്, ടിയുടേത് ക്യാപിറ്റൽ ടി ആണ്. ഈ ടി അങ്ങ് മേളിൽ പോകുമ്പോൾ ടി റൈസ് ടു മൈനസ്. അങ്ങനെയാണെങ്കിൽ സിയുടെ ഡയമെൻഷൻ പറ. സിയുടെ ഡയമെൻഷൻ പറ. സിയുടെ ഡയമെൻഷൻ പറയൂ. എടോ, സിയുടെ ഡയമെൻഷൻ പറയണോ? അടുത്ത ചോദ്യം സിയുടെ ഡയമെൻഷൻ ആണ്. സിയുടെ ഡയമെൻഷൻ വളരെ എളുപ്പമാണ്. സി ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ അല്ലെ? അപ്പൊ സിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എൽ ബൈ ക്യാപിറ്റൽ ടി സ്ക്വയർ, which is equal to L into T raised to minus 2. L T raised to minus 2. dt equal to A എങ്ങനെ വന്നു?
ബി ടി ഈക്വൽ ടു എക്സ് ആണോ, എ ആണോ എക്സ് ആണോ ഉദ്ദേശിച്ചത്? ബി ടി ഈക്വൽ ടു എക്സ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അനുസരിച്ച് എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ പരസ്പരം തുല്യമാണ്. ബി ടി ഒരു ടേം അല്ലേ, ആ ടേമിന്റെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷന് തുല്യമാണ്, അല്ലെങ്കിൽ എയുടെ ഡയമെൻഷന് തുല്യമാണ്, അല്ലെങ്കിൽ സി ടി സ്ക്വയറിന്റെ ഡയമെൻഷന് തുല്യമാണ്. ഇവിടെ നമുക്ക് അറിയാവുന്നത് എക്സിന്റെ എയുടെ മാത്രമല്ലേ. അപ്പൊ ഞാൻ ബി ടിയുടെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷനുമായിട്ട് എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇവിടെ എക്സ് ആണ്, ലെങ്ത് ആണ്, ഇതും ലെങ്ത് ആയേ പറ്റൂ, ഇത് മൊത്തത്തിൽ ലെങ്ത് ആയേ പറ്റൂ. അപ്പൊ ബിയുടെ ഡയമെൻഷൻ നോക്കൂ, ബിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ആയാലേ ഒരു ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് ടൈം, ഈ ടൈം കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ബിയുടെ ഈ മൊത്തം ടേമിന്റെ ഡയമെൻഷൻ എല്ല് വരും. ഈ സി ടി സ്ക്വയറിന്റെ മൊത്തം ഡയമെൻഷൻ എല്ല് വന്നേ പറ്റൂ. അപ്പൊ ഇവിടെ ടി സ്ക്വയർ ഉണ്ട്. അപ്പൊ സിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 വന്നാലേ എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ -2 ഇതും കൂടെ ക്യാൻസൽ ആയി പോകുമ്പോ സി ടി സ്ക്വയറിന്റെ മൊത്തം ഡയമെൻഷൻ എന്ത് വരും, എല്ല് വരും. അപ്പൊ എക്സ് എല്ലാണെങ്കിൽ ഇത് ബാക്കി എല്ലാം എല്ലായേ പറ്റും. എക്സ് എല്ലാണെങ്കിൽ ബാക്കി എല്ലാ ടേമും എന്തായേ പറ്റും, എല്ലായേ പറ്റും. എക്സ് എല്ലായതുകൊണ്ട് എയും എല്ലായേ പറ്റും, ബി ടിയും എല്ലായേ പറ്റും, സി ടി സ്ക്വയറും എന്തായേ പറ്റും, എല്ലായേ പറ്റും. എടോ ലെങ്തിനോടൊപ്പം ലെങ്തേ നമുക്ക് കൂട്ടാൻ പറ്റൂ, വേറൊന്നും കൂട്ടാൻ പറ്റില്ല. ശരിയാണോ? ലെങ്തിനോടൊപ്പം ലെങ്തേ കൂട്ടാൻ പറ്റൂ. ലെങ്തിനോടൊപ്പം നമുക്ക് മാസ് കൂട്ടാൻ പറ്റുമോ? നോക്കൂ, 4 മീറ്റർ പ്ലസ് 3 കിലോഗ്രാം. ഇതെന്താ സാധനം? 4 മീറ്റർ പ്ലസ് 3 കിലോഗ്രാം. ഇതെന്താ സാധനം? ഇങ്ങനൊരു സംഭവം ഉണ്ടോ? 4 മീറ്ററിനോടൊപ്പം 3 കിലോഗ്രാം ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. 4 മീറ്ററിനോടൊപ്പം വേറെ ഏതെങ്കിലും ഒരു നീളം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. 4 മീറ്ററിനോടൊപ്പം 3 മീറ്റർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 7 മീറ്റർ കിട്ടും. ശരിയാണോ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ഹോമോജീനിയസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിരിക്കും. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ഹോമോജീനിയസ് ആയിരിക്കും. ഹോമോജീനിയസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപോലെ ആയിരിക്കും. സാർ ഒരു ടി ഈസ് ഇൻ സെക്കൻഡ്, ടി സെക്കൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടി സമയമാണ്, ടൈമിന്റെ ഡയമെൻഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ ടി. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ഹോമോജീനിയസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിരിക്കും. അപ്പൊ ലെങ്ത് ആണെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമും ലെങ്ത് ആയിരിക്കും. വെലോസിറ്റി ആണെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമും എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് v is equal to u plus 80. v is equal to u plus 80. ഇതെന്താ? v വെലോസിറ്റി ആണ്. ഇതിലെ എല്ലാ ടേമും വെലോസിറ്റി ആയേ പറ്റൂ. u ഇനിഷ്യൽ വെലോസിറ്റി ആണ്, a ആക്സിലറേഷൻ ആണ്, t ടൈം ആണ്. പക്ഷെ a ഇൻറ്റു ടി എന്താണ്? വെലോസിറ്റിയാണ്. ഈ ടൈം മൊത്തത്തിൽ വെലോസിറ്റി, ഇത് മൊത്തത്തിൽ വെലോസിറ്റിയാണ്. a ആക്സിലറേഷൻ ആണ്, t ടൈം ആണ്. പക്ഷെ a ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. കാര്യം ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൽ ടി റൈസ് ടു -1 വരും. കാര്യം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം അല്ലേ. ആക്സിലറേഷൻ ഈസ് വെലോസിറ്റി ബൈ ടൈം ഇൻറ്റു ടൈം. ടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? വെലോസിറ്റി. അപ്പൊ ഇത് വെലോസിറ്റി ആണെങ്കിൽ ബാക്കി വരുന്ന എല്ലാ ടൈമും എന്തായേ പറ്റൂ? വെലോസിറ്റി ആയേ പറ്റത്തുള്ളൂ. ശരിയാണോ? അതുപോലെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അഥവാ ലെങ്ത് ആണ്. എസ് ലെങ്ത് ആണെങ്കിൽ ഇതും ലെങ്ത് ആയേ പറ്റൂ, ഇതും ലെങ്ത് ആയേ പറ്റൂ. ഇത് വെലോസിറ്റി ആണ്, ഇത് ടൈമാണ്. പക്ഷെ യു ടി എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയും. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, സി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. സി എന്ന് പറയുന്നത് ഈ ടി സ്ക്വയർ താഴെ പോകും, എക്സ് ബൈ ടി സ്ക്വയർ. എക്സിന്റെ ഡയമെൻഷൻ അല്ല, ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ടി സ്ക്വയർ. ഇതങ്ങ് മേളിൽ പോകുമ്പോൾ ടി റൈസ് ടു -2. ഓക്കെ, അപ്പോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ എസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ യു ടിയും ഹാഫ് എ ടി സ്ക്വയറും എല്ലാം എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗർ ആർ പ്രസന്റ് ഇൻ ആൻസർ പോയാൽ? ഓക്കെ, അത് നോക്കാം കേട്ടോ. അപ്പോ ഒന്ന് ഡിസ്റ്റൻസ് ആണെങ്കിൽ ബാക്കി എല്ലാം എന്തായിരിക്കും? ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രിൻസിപ്പിളിനെ അങ്ങനെ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ.
ഒരേ സാധനത്തിനോടൊപ്പം ലെങ്തിനോടൊപ്പം ലെങ്തേ നമുക്ക് കൂട്ടാൻ പറ്റൂ, മാസിനോടൊപ്പം നമുക്ക് മാസേ കൂട്ടാൻ പറ്റൂ, ടൈമിനോടൊപ്പം നമുക്ക് ടൈമേ കൂട്ടാൻ പറ്റൂ. അതാണ് ടേം എന്ന് പറയുന്നത്. ടേമിനകത്ത് പ്ലസും മൈനസും ആണ് വന്നേക്കുന്നത്. ശരിയാണ്. നമുക്ക് ലെങ്തിനോടൊപ്പം മാസം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? രണ്ട് വ്യത്യസ്ത ക്വാണ്ടിറ്റികൾ നമുക്ക് മൾട്ടിപ്ലൈ. ഇവിടെ നമ്മള് വെലോസിറ്റിയും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ശരിയാണ്. ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതുമാണ് പ്രശ്നം. അവിടെയാണ് ടേം വരുന്നത്. അപ്പൊ ഒരു ഇക്വേഷനിലെ ഡിഫറന്റ് ടേം എടുത്തു കഴിഞ്ഞാൽ ആ ടേമുകൾക്കെല്ലാം ഒരേ ഡയമെൻഷൻ ആയിരിക്കും. കാര്യം ഒരേ ഡയമെൻഷൻ ഉള്ള സാധനം മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ, കുറയ്ക്കാൻ പറ്റൂ. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? മാങ്ങയോടൊപ്പം നമുക്ക് മാങ്ങ മാത്രമേ കൂട്ടാൻ പറ്റൂ, തേങ്ങ കൂട്ടാൻ പറ്റില്ല അല്ലെ? 10 മാങ്ങ പ്ലസ് 3 തേങ്ങ അങ്ങനെ പറ്റില്ല. അത് മീനിങ്ലെസ് ആണ്. ശരിയാണോ? മാങ്ങയോടൊപ്പം മാങ്ങ മാത്രമേ കൂട്ടാൻ പറ്റൂ, തേങ്ങയോടൊപ്പം തേങ്ങ മാത്രമേ കൂട്ടാൻ പറ്റൂ. സിമ്പിളി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പൊ ഇതില് ഇനി രണ്ട് ആപ്ലിക്കേഷൻ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഇനി ഒരു ആപ്ലിക്കേഷനും കൂടെ ഉള്ളൂ, ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻ തന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യാൻ ചോദിക്കും, ചെക്ക് ചെയ്യാൻ ചോദിക്കും. പിന്നെ വേറൊന്ന് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനാണ്. അത് നമ്മൾ എന്ത് പറഞ്ഞാൽ തീരത്തില്ല, ഒത്തിരി ലെന്തി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. 1-2 പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ അത് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ആപ്ലിക്കേഷൻ എടുത്തത്. പിന്നെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ SI യൂണിറ്റിൽ നിന്ന് CGSലേക്ക് മാറ്റാം, അല്ലെങ്കിൽ CGSൽ നിന്ന് SIയിലോട്ട് മാറ്റാം. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ല, എന്നാലും നമ്മൾ പഠിക്കും. ഇനി 2 ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് പെൻഡിങ് ആണ്. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്താവും, കംപ്ലീറ്റ് ആവും. പക്ഷെ അത് രണ്ട് അതിൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം മനസ്സിലാവുമല്ലോ. കാൽക്കുലേഷൻ ചെയ്യാതെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? കാൽക്കുലേഷൻ ചെയ്യാതെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാൽക്കുലേഷൻ അഡീഷനിലും സബ്ട്രാക്ഷനിലും ആണെങ്കിൽ പറ്റത്തില്ല. അല്ല, കാൽക്കുലേഷൻ ചെയ്യാതെ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ എന്താ, കാൽക്കുലേഷൻ ചെയ്യാതെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെയാ? ഇപ്പൊ ഉദാഹരണത്തിന് 432.6 പ്ലസ് 33.21. ശരിയാണ്. അപ്പൊ ഇത് ഈ ആൻസറില് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനേ കാണും. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനേ കാണും. അത് കൂട്ടാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാര്യം പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവുള്ളത് 1 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോ 326 × 12 അല്ലേ? 326.2 × 131. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. പക്ഷെ ഈ ആൻസറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണും? 3 സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണും. കാര്യം ഇതിലിപ്പോ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. ഇതിൽ ലീസ്റ്റ് എത്രയാണ്? 3 ആണ്. അപ്പൊ ആൻസറിൽ എത്ര കാണും? 3 കാണും. ആൻസർ എത്രയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷെ ആൻസറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് നമുക്ക് ചെയ്യാതെ തന്നെ അറിയാം. കാര്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും ചെറിയ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗറെ ആൻസറിൽ കാണും. ആഡ് ചെയ്യുന്നതിലെ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് എത്രയാണോ അത്രയും ഡെസിമൽ പ്ലേസ് ആൻസറിൽ കാണും. കേട്ടോ? അപ്പൊ ചെയ്യാതെ നോക്കാതെ തന്നെ നമുക്ക് അതിലെ ഡെസിമൽ പ്ലേസും സിഗ്നിഫിക്കന്റ് ഫിഗറും അറിയാൻ പറ്റും. ആൻസർ എത്രയാണെന്ന് അറിയാൻ പറ്റും, ചെയ്താൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം. ബാക്കി അടുത്ത ദിവസം, ബാക്കി 2 ആപ്ലിക്കേഷൻസ് അടുത്ത ദിവസം. അപ്പൊ എക്സാമിനെ കുറിച്ച് മറന്നു പോകരുത്. 30 മാർക്കിനുള്ള എക്സാം ആണ്. ആദ്യത്തെ 2 പാഠം ഫിസിക്കൽ വേൾഡും അതുപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഈ 2 ചാപ്റ്ററിലാണുള്ളത്. ഈ 2 ചാപ്റ്ററിൽ നിന്ന് പഠിപ്പിച്ചത് വരെ ഇപ്പൊ ആകെ നമുക്ക് 2 കാര്യങ്ങളെ പഠിപ്പിക്കാതുള്ളൂ. ബാക്കി പഠിപ്പിച്ച എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണും. മുമ്പുള്ള വീഡിയോകൾ കാണുക, പ്രോബ്ലംസ് ചെയ്യുക. കേട്ടോ? പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ ആണോ? Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.